ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ശക്തവും സമ്പന്നവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കളുടെ പങ്ക് നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. നാളെ നടക്കുന്ന ബിജെപി ജനപ്രതിനിധികളുടെ സമ്മേളനത്തിൽ ശ്രീ ഷാ പങ്കെടുക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർമാരെ ചായ സൽക്കാരത്തിന് ക്ഷണിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പരിപാടി വൈകിട്ട് 4-ന് ലോക്ഭവനിൽ. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് മാറ്റിവച്ച 3 തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്കുള്ള പ്രചാരണം ഇന്ന് സമാപിക്കും. പക്ഷിപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ നടക്കുന്ന കള്ളിംഗ് ഇന്ന് പൂർത്തിയാവും. 11ാമത് പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഫൈനലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അഷ്ടമുടിക്കായലിൽ. വാർത്തകൾ വിശദമായി. ശക്തവും സമ്പന്നവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കളുടെ പങ്ക് നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് യുവ നേതൃസംവാദത്തിൽ രാജ്യത്തുടനീളമുള്ള യുവജനങ്ങളുമായി സംവദിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം സാമൂഹിക മാധ്യമത്തിലൂടെ പങ്കുവച്ചു. സമാനതകളില്ലാത്ത ഊർജ്ജവും ആവേശവും കൈമുതലാക്കി മുന്നേറുന്ന യുവശക്തി രാജ്യത്തിന്റെ വളർച്ചയും വികസനവും സാക്ഷാത്കരിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് സന്ദർശനം ഇന്ന് ആരംഭിക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനിടെ സോമനാഥ് സ്വാഭിമാൻ പർവ് ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 1000 വർഷം മുൻപ് മുഹമ്മദ് ഗസ്നി സോമനാഥ് ക്ഷേത്രത്തിന് നേരെ ആദ്യ ആക്രമണം നടത്തിയതിന്റെ സ്മരണയിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്കോട്ട്, അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നിവിടങ്ങളിലെ വികസന പദ്ധതികൾ ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാത്രി തിരുവനന്തപുരത്തെത്തും. 11 മണിയോടെയാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുക. ഞായറാഴ്ച രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അദ്ദേഹം 11 മണിക്ക് ബിജെപി ജനപ്രതിനിധികളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 3 മണിക്ക് കേരള കൌമുദി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. നാളെ രാത്രി അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് മടങ്ങും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർമാരെ വിരുന്നിന് വിളിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോക്ഭവനിൽ വൈകിട്ട് 4 മണിക്കാണ് ചായ സൽക്കാരം. ബിജെപി ആദ്യമായി ഭരണം പിടിച്ചെടുത്ത കോർപ്പറേഷനിലെ ബിജെപി അംഗങ്ങൾക്കൊപ്പം എൽഡിഎഫ്, യുഡിഎഫ് അംഗങ്ങളും വിരുന്നിൽ പങ്കെടുക്കും. ഇതാദ്യമായാണ് കൌൺസിലർമാർക്ക് ഗവർണർ സൽക്കാരം നൽകുന്നത്. പക്ഷിപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ നടക്കുന്ന കള്ളിംഗ് ഇന്ന് പൂർത്തിയാവും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇന്നലെ അമ്പലപ്പുഴ തെക്ക്, അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തുകളിലായി 2862 പക്ഷികളെ കൊന്നൊടുക്കി. ഇന്ന് കരുവാറ്റ, പള്ളിപ്പാട് പഞ്ചായത്തുകളിലാണ് കള്ളിംഗ് നടക്കുന്നത്. 10,000-ഓളം പക്ഷികളാണ് ഇവിടെ കൊന്നൊടുക്കേണ്ടി വരുന്നത്. 2ാം തവണയും ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി എത്തിയതിനാൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. അമ്പലപ്പുഴ, മാവേലിക്കര, ഹരിപ്പാട് പ്രദേശത്തുള്ള 33 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് സർവെയിലൻസ് സോണിൽ ഉൾപ്പെടുന്നത്. ഈ പ്രദേശത്തെ താറാവ്, കോഴി, കാട എന്നിവയുടെ മുട്ടയും ഇറച്ചിയും വിൽപ്പന ഒരാഴ്ചത്തേക്ക് നിരോധിച്ചിരിക്കുകയാണ്. കേരള ഹൈക്കോടതിയുടെ 39ാമത് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ഇന്ന് വിരമിക്കും. ജസ്റ്റിസ് സൌമൻ സെൻ ആണ് ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്. ശ്രീ നിതിൻ ജാംദാറിന്റെ വിരമിക്കലിനോടനുബന്ധിച്ച് ജഡ്ജിമാർ, മുതിർന്ന അഭിഭാഷകർ, കോടതി ജീവനക്കാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഫുൾ കോർട്ട് റഫറൻസ് നടന്നു. നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം സംരക്ഷിക്കപ്പെടണമെന്ന് ജസ്റ്റിസ് ജാംദാർ പറഞ്ഞു. 2024 സെപ്റ്റംബർ 26-നാണ് അദ്ദേഹം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത്. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തന്ത്രി കണ്ഠര് രാജീവരെ കൊല്ലം വിജിലൻസ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലെത്തിച്ച തന്ത്രിയെ വിശദമായ ചോദ്യം ചെയ്യലിനായി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് സൂചന. അതേസമയം കേസിൽ തന്ത്രി രാജീവര് നൽകിയ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. ശബരിമല കേസിലെ അന്വേഷണം മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് മന്ത്രി പി രാജീവ്. എസ്ഐടി അന്വേഷണത്തിൽ പ്രതിപക്ഷത്തിന് വ്യക്തമായ നിലപാടില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ശബരിമല കേസിൽ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എസ്ഐടി അന്വേഷണം തുടരട്ടെയെന്നും നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നു. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചുള്ള ചർച്ചയുടെ അവസാന ഭാഗം ഇന്ന് രാത്രി 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് മാറ്റിവച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ് അടക്കമുള്ള 3 തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്കുള്ള പ്രചാരണം ഇന്ന് സമാപിക്കും. തിങ്കളാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. മലപ്പുറം മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ എന്നിവിടങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ ചൊവ്വാഴ്ചയാണ്. മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശബരിമല സന്നിധാനത്ത് തിരക്ക് തുടരുന്നു. മകരവിളക്കിന് നട തുറന്നതിനു ശേഷം ഇതുവരെ 8 ലക്ഷത്തോളം അയ്യപ്പ ഭക്തരാണ് ദർശനത്തിന് എത്തിയത്. അതിനിടെ കാനനപാത വഴിയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. മകരവിളക്ക് മഹോത്സവത്തിന് 3 നാൾ മാത്രം ശേഷിക്കെ ശബരിമലയിൽ ഭക്തരുടെ വലിയ തിരക്ക് ഇന്നു മുതൽ പ്രതീക്ഷിക്കുന്നതിനാൽ ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ്. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തുന്നത്. വനമേഖലകളിൽ അനുവാദമില്ലാത്ത പ്രദേശങ്ങളിൽ പർണശാലകൾ കെട്ടാൻ പാടില്ലെന്ന് വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പരമ്പരാഗത കാനനപാത വഴിയുള്ള അയ്യപ്പ ഭക്തരുടെ യാത്ര എരുമേലി വഴി 13 വൈകുന്നേരം 6 വരെയും അഴുതക്കടവ് വഴി 14 രാവിലെ 8 വരെയും മുക്കുഴി വഴി രാവിലെ 10 വരെയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക പുറത്തിറക്കിയ ശേഷം അതിൽ ഉൾപ്പെടുത്താനായി 44,106 പ്രവാസികളുടെ അപേക്ഷ ലഭിച്ചു. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് ഫോം 6 അപേക്ഷിച്ചിട്ടുള്ള 2,16,873 പേർക്ക് പുറമെയാണ് ഇത്. വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികൾ ഈ മാസം 22 വരെ സമർപ്പിക്കാം. കേരളം കാത്തിരിക്കുന്ന വള്ളംകളിക്ക് കൊല്ലം ഒരുങ്ങി. 11ാമത് പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 5ാം എഡിഷന്റെ ഫൈനൽ മത്സരവും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അഷ്ടമുടിക്കായലിൽ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. പേരെടുത്ത ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾ രാത്രിയോടെ കൊല്ലത്തെത്തി. കൊല്ലം KSRTC ഡിപ്പോയ്ക്ക് സമീപം അഷ്ടമുടിക്കായലിലാണ് ജലോത്സവം നടക്കുക. ഉച്ചയ്ക്ക് 2-ന് കൊല്ലം മേയർ AK ഹഫീസ് പതാക ഉയർത്തുന്നതോടെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. 9 ചുണ്ടൻ വള്ളങ്ങളും 8 ചെറിയ വള്ളങ്ങളുമാണ് മത്സരത്തിനുള്ളത്. തേവള്ളി കൊട്ടാരത്തിന് സമീപത്തുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ബോട്ട് ജെട്ടി വരെ 1100 മീറ്ററാണ് ട്രാക്കിന്റെ ദൈർഘ്യം. ജലരാജാക്കന്മാരെ കൌതുകപൂർവ്വം കാണാനും തൊടാനും കുട്ടികളും മുതിർന്നവരും രാത്രി തന്നെ എത്തിയിരുന്നു. ക്വാലാലംപൂരിൽ നടക്കുന്ന മലേഷ്യ ഓപ്പൺ സൂപ്പർ 1000 ബാഡ്മിന്റൺ സെമി ഫൈനലിൽ ഒളിമ്പിക് മെഡൽ ജേതാവായ ഇന്ത്യയുടെ PV സിന്ധു ചൈനയുടെ വാങ് ഷിയോട് പരാജയപ്പെട്ടു. ഇതോടെ ടൂർണമെന്റിൽ നിന്നും എല്ലാ ഇന്ത്യൻ താരങ്ങളും പുറത്തായി. നേരത്തെ പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഇന്തോനേഷ്യൻ ജോഡിയോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരുന്നു. ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനങ്ങൾ നടത്താനുള്ള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അധികാരം റദ്ദാക്കി ഹൈക്കോടതി. നിയമനത്തിനുള്ള അധികാരം ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റിക്കാണെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അറിയിച്ചതോടെ നിലവിലെ വിജ്ഞാപനങ്ങൾ റദ്ദാക്കി. നിയമന നടപടിക്രമങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാൻ 3-അംഗ മേൽനോട്ട സമിതിയെയും ചുമതലപ്പെടുത്തി. സ്വർണ്ണവിലയിൽ വർധന. പവന് 840 രൂപ കൂടി 1,03,000 രൂപയും ഗ്രാമിന് 12,875 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ ഇരിട്ടി അയ്യൻകുന്നിലെ പാലത്തുംകടവിൽ 4 പശുക്കളെ കൊന്ന കടുവ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി. ഏകദേശം 10 വയസ്സ് പ്രായമുള്ള ആൺകടുവയാണ് അർദ്ധരാത്രിയോടെ കൂട്ടിൽ അകപ്പെട്ടത്. രാത്രി തന്നെ കടുവയെ വയനാട് കടുവാ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇടുക്കി തൊടുപുഴ ഉടുമ്പന്നൂരിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 കർഷകർക്ക് പരിക്ക്. പുലർച്ചെ ടാപ്പിംഗിനായി പോയ കൂവക്കാട്ടിൽ മുരളി, മഞ്ചിക്കല്ല് പുരയിടത്തിൽ സാബു എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവത്തെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും കാട്ടുപോത്തിനെ കണ്ടെത്താനായില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ശക്തവും സമ്പന്നവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കളുടെ പങ്ക് നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. നാളെ നടക്കുന്ന BJP ജനപ്രതിനിധികളുടെ സമ്മേളനത്തിൽ ശ്രീ ഷാ പങ്കെടുക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർമാരെ ചായ സൽക്കാരത്തിന് ക്ഷണിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പരിപാടി വൈകിട്ട് 4-ന് ലോക്ഭവനിൽ. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് മാറ്റിവച്ച 3 തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്കുള്ള പ്രചാരണം ഇന്ന് സമാപിക്കും. പക്ഷിപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ നടക്കുന്ന കള്ളിംഗ് ഇന്ന് പൂർത്തിയാകും. 11ാമത് പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഫൈനലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അഷ്ടമുടിക്കായലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.